Hi, I am Alisha. I am here to take the topic on AES, that is Advanced Encryption Standard. Advanced Encryption Standard is mainly used for security purpose. AES is symmetric key block cipher. That means for encryption and decryption purpose, we are using same key. Then next point is stronger and faster than triple DES. That means data encryption standard is another encryption algorithm. AES is stronger and faster than DES. Then computations are mainly on bytes rather than bits. Here we can see that for example 128 bits can be converted into 16 bytes and arranged in 4x4 matrix. Then the computations are performed. Coming to the encryption working, we can see that 128-bit plain text along with the 128 or 192 or 256 bit keys, AES performs some calculation and then produce cipher text of 128 bit. This is the overall working of the AES encryption process. If we are considering the decryption process, then we are giving the cipher text as the input to the AES algorithm. Then we get the 128-bit plain text. AES encryption പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. 128 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. അതിന് ഫസ്റ്റ് നമ്മുടെ പ്രീ റൗണ്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് റൗണ്ട് 0 ആണ്. ആൻഡ് ദെൻ റൗണ്ട് 1, റൗണ്ട് 2 എക്സെട്ര റൗണ്ട് n. ദെൻ നമുക്ക് അതിനോടൊപ്പം നമ്മൾ സൈഫർ കീയും കൊടുക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് 128 ബിറ്റ് ആകാം, അല്ലെങ്കിൽ 192 ബിറ്റ് ആകാം, 256 ബിറ്റ് കീ ആകാം. എന്നിട്ട് അതും കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 128 ബിറ്റുകളിലുള്ള സൈഫർ ടെക്സ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സൈഫർ കീക്ക് അനുസരിച്ച് ഇപ്പോൾ 128 കൊടുക്കുന്നതെങ്കിൽ ഇവിടെ റൗണ്ട് എന്ന് പറയുന്നത് 10 ആയിരിക്കും. ഇപ്പോൾ 128 ബിറ്റ് കീ ആണ് കൊടുക്കുന്നതെങ്കിൽ റൗണ്ട് എന്ന് പറയുന്നത് 10 റൗണ്ട്സ് ആയിരിക്കും ഉള്ളത്. പിന്നെ 192 ബിറ്റ് കീ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ റൗണ്ട് 12 റൗണ്ട്സ് ആണ് ഉള്ളത്. പിന്നെ 256 ബിറ്റ് കീ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റൗണ്ട് 14 ആയിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൗണ്ട് n എന്ന് ജനറൽ ആയിട്ട് കൊടുത്തിരിക്കുന്നതേ. ഇവിടെ ഏത് കീ ആണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഇവിടുത്തെ റൗണ്ട് മാറും. പിന്നെ പറയാനായിട്ടുള്ളത് കീ എക്സ്പാൻഷൻ. കീ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് കിട്ടുന്ന കീ, ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന കീ എന്ന് പറയുന്നത് ഇതായിരിക്കും. അതായത് ഈ ഒരു കോളത്തിലുള്ള കീ എന്ന് പറയുന്നത് വേർഡ് 0 ആണ്. പിന്നെ അടുത്ത കോളം എന്ന് പറയുന്നത് വേർഡ് 1 ആണ്. അതായത് 4 കീ ചേർത്തിട്ടാണ് ഒരു വേർഡ് എന്ന് പറയുന്നത്. ഇത് വേർഡ് 2, ഇത് വേർഡ് 3. അപ്പം ഓരോ ഇതിലും കൊടുക്കുമ്പോൾ കീ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തിൽ നമ്മൾ 16 ബൈറ്റിലുള്ള, ഇപ്പോൾ 128 ബിറ്റ് കീ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 16 ബൈറ്റിലുള്ള കീ ആയിരിക്കും ഫസ്റ്റിൽ വരുന്നത്. അപ്പോൾ ആ 16 ബൈറ്റ് കീ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, അത് തുടക്കത്തിലുള്ളത്. പിന്നെ എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് 128 ബിറ്റിലുള്ള കീ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എത്ര വേർഡ്സ് കിട്ടും? 44 വേർഡ്സ് ആയിരിക്കും കിട്ടുന്നത്. 44 വേർഡ്സ്. പിന്നെ ഇപ്പം 192 ബിറ്റ് കീ ആണ് കൊടുക്കുന്നതെങ്കിൽ വേർഡ്സ് എന്ന് പറയുന്നത് 52 വേർഡ്സ് ആയിരിക്കും നമുക്ക് ഏറ്റവും ലാസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് കിട്ടുന്നത്. ഇനി 256 ബിറ്റ് കീ ആണെങ്കിൽ നമ്മുടെ വേർഡ്സ് എന്ന് പറയുന്നത് 60 വേർഡ്സ് ആയിരിക്കും നമുക്ക്. എൻക്രിപ്ഷൻ പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്കും 3 റൗണ്ട് ഉണ്ട്. ഇനിഷ്യൽ റൗണ്ട്, മെയിൻ റൗണ്ട്, ഫൈനൽ റൗണ്ട്. ഇനിഷ്യൽ റൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മെസ്സേജ് അല്ലെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റ്, 128 ബിറ്റിലുള്ള മെസ്സേജ് അല്ലെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഹെക്സാ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതിനെ റെപ്രസെന്റ് ചെയ്ത് കാണിക്കുന്നതാണ് ഈ സ്റ്റേറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മുടെ സൈഫർ കീ, ഇവിടെ ഇപ്പം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് 128 ബിറ്റ് കീയിലുള്ള 128 ബിറ്റ് കീ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ആഡ് റൗണ്ട് കീ എന്ന് പറയുന്നത് ഈ കീയും എക്സോറും കൂടെ, ഈ കീയും സ്റ്റേറ്റ് മെട്രിക്സും കൂടെ എക്സോർ ചെയ്തിട്ട് വരുന്നതാണ് ഈ ആഡ് റൗണ്ട് കീ എന്ന് പറയുന്നത്. അപ്പം ഇനി ഇതാണ് നമ്മുടെ ഇനിഷ്യൽ റൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒറ്റ റൗണ്ടിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഇപ്പോൾ 10 റൗണ്ട് ഉള്ളതെങ്കിൽ 9 റൗണ്ട് വരെ നമുക്ക് എന്തായിരിക്കും 4 ട്രാൻസ്ഫർമേഷൻ ഉണ്ടായിരിക്കും. ഫൈനൽ റൗണ്ടിൽ 3 ട്രാൻസ്ഫർമേഷനെ കാണുള്ളൂ. അപ്പം ഇവിടെ ഇപ്പം 4 ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സബ് ബൈറ്റ്, ഷിഫ്റ്റ് റോ, മിക്സ് കോളം, ആഡ് റൗണ്ട് കീ. അപ്പോൾ 9 റൗണ്ട് വരെ ഈ 4 ട്രാൻസ്ഫർമേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇനിഷ്യൽ റൗണ്ട് കഴിഞ്ഞു. ഇനി മെയിൻ റൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇപ്പോൾ ഇത്രയും വരുമ്പോഴത്തേക്കും ആഡ് റൗണ്ട് കീന്ന് കിട്ടിയ ഈ സ്റ്റേറ്റ് മെട്രിക്സ് വരെ ഒരു റൗണ്ട് പൂർത്തിയായി. അടുത്ത് പിന്നെയും ഇങ്ങനെ പോകുന്നുണ്ട്. അവിടെ പോയിട്ട് പിന്നെയും അതിങ്ങനെ വരും. അപ്പോൾ 2 റൗണ്ടായി, 3 റൗണ്ടായി,
4 റൗണ്ടായി എക്സെട്ര 9 റൗണ്ട് വരെ പൂർത്തിയായതിനു ശേഷമാണ് അത് ഫൈനൽ റൗണ്ടിലേക്ക് വരുന്നത്. ഫൈനൽ റൗണ്ടിൽ സബായിട്ട് ഷിഫ്റ്റ് റോ ആഡ് റൗണ്ടിലേക്ക് ഇത്രയും 3 ട്രാൻസ്ഫോർമേഷനേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പം ഇവിടെ ആദ്യത്തെ ഇതിൽ നമ്മൾ പറഞ്ഞായിരുന്നു സൈഫർ കീ 0 ആണ്. 10 റൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഓരോന്നിലും ഓരോ കീ വരുന്നുണ്ട്. ഓരോന്നിലും എങ്ങനെ ഓരോ കീ വരുന്നതെന്ന് വെച്ചാൽ കറണ്ട് സ്റ്റേറ്റ് മെട്രിക്സ്, ഇപ്പം ഈ സ്റ്റേറ്റ് മെട്രിക്സും അവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കീയും കൂടെ എക്സോർ ചെയ്തിട്ടാണ് നമുക്ക് കറണ്ട് ആയിട്ടുള്ള സ്റ്റേറ്റ് മെട്രിക്സ് കിട്ടുന്നത്. അടുത്തതിലും അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ കിട്ടിയ സ്റ്റേറ്റ് മെട്രിക്സ്, ഇവിടെ ഒരു സ്റ്റേറ്റ് മെട്രിക്സ് ഉണ്ട്, അതും പിന്നെ ഇപ്പം നിലവിലുള്ള സൈഫർ കീയും കൂടെ എക്സോർ ചെയ്തിട്ട് അടുത്ത് നമുക്ക് മെട്രിക്സ് കിട്ടുന്നു. അങ്ങനെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അങ്ങനെ ഇവിടെ 9 റൗണ്ട് ഹാപ്പൻ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. ഒരു റൗണ്ട് തൊട്ട് 9 റൗണ്ട് വരെ. അപ്പോൾ അതാണ് ഇവിടെ സൈഫർ കീ 1, 2 അങ്ങനെ 9 കീസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സൈഫർ കീ 1, 2 എക്സെട്ര 9 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഫൈനൽ റൗണ്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും സൈഫർ കീ 10 വേറൊരു സൈഫർ കീ ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ റൗണ്ട് പൂർത്തിയായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് സൈഫർ ടെക്സ്റ്റ് 128 ബിറ്റിലുള്ള സൈഫർ ടെക്സ്റ്റ് കിട്ടും. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഫോർ 128 ബിറ്റ് കീ. 128 ബിറ്റ് കീ ആണെങ്കിൽ 10 റൗണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം 10 റൗണ്ട്സിൽ 9 റൗണ്ടിലും 4 ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ബാക്കി ലാസ്റ്റ് റൗണ്ടിൽ 3 ട്രാൻസ്ഫോർമേഷനേ ഉള്ളെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ 4 ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സബ് ബൈറ്റ്, ഷിഫ്റ്റ് റോ, മിക്സ് കോളം, ആഡ് റൗണ്ട് കീ. ഫസ്റ്റ് ആണ് സബ് ബൈറ്റ്. സബ് ബൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ അതെന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ബൈറ്റ്സ് ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ബൈറ്റ്സ് അതായത് നമ്മൾ ഇപ്പം നിലവിലുള്ള മെട്രിക്സ് സ്റ്റേറ്റ് മെട്രിക്സിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു പുതിയൊരു സബ് ബൈറ്റ് മെട്രിക്സ് ആയിട്ട് മാറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് എക്സാമ്പിൾ നോക്കാം. അതായത് ഇവിടെ ഇപ്പം 0A ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 0 എന്ന് പറയുന്നത് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് റോയും A എന്ന് പറയുന്നത് കോളവുമാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിന്റ് എടുക്കണം. അതായത് 0th റോയും 8th കോളം. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ 7E ആണെങ്കിൽ ഇതേ സ്ഥാനത്ത് നമ്മളിവിടെ 7E എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇനി ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. 7B എന്നാണെങ്കിൽ ആദ്യത്തേത് റോയും രണ്ടാമത്തേത് കോളവും ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 7th റോ Bth കോളം, Bth ഇവിടെ വരും. അപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് ഇവിടെ നമ്മളൊരു വാല്യൂ ഇട്ട് കൊടുക്കുക 6A. അപ്പോൾ അതായിരിക്കും ഇതേ സ്ഥാനത്ത് 6A എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പം ഈ മെട്രിക്സ് ഈ നമ്മൾ നോക്കി എഴുതുന്ന ഈ മെട്രിക്സ് എന്ന് പറയുന്നത് ഇതിന് എസ് ബോക്സ് എന്ന് പറയും. അത് നമ്മൾ ഓൾറെഡി പ്രീഡിഫൈൻഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു ബോക്സ് ആണ്. അതായത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് പ്രീഡിഫൈൻഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു ബോക്സ് ആയിരിക്കും. ഞാൻ എക്സാമ്പിളിലൂടെ നോക്കാം. 1A ഇപ്പം എന്തൊരു 1A. ഇപ്പം ഇവിടെ 6B ആണെങ്കിൽ ഇവിടെ 6B എന്ന് വരും. അപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ ബൈറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇൻപുട്ടായിട്ട് പോകും. ഇവിടെ ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യും എല്ലാം. ഇത് എസ് ബോക്സ് എന്ന് പറയുന്നത് പ്രീഡിഫൈൻഡ് ബോക്സ് ആണ് ഫോർ സബ്സ്റ്റിറ്റ്യൂഷൻ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഓൾറെഡി പ്രീഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബോക്സ് ആണ് എസ് ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി 4 ട്രാൻസ്ഫോർമേഷൻസിൻ്റെ അകത്ത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഷിഫ്റ്റ് റോസ് എന്ന് പറയുന്നത്. ഷിഫ്റ്റ് റോസിൽ നമുക്കറിയാം ഇത് റോ 0 ആണ്, ഇത് റോ 1 ആണ്, റോ 2 ആണ്, റോ 3. അപ്പം ഷിഫ്റ്റ് റോസ് എന്ന പേര് കേൾക്കുമ്പോൾ അറിയാം ഇതിൻ്റെ അകത്തൊരു ഷിഫ്റ്റിംഗ് പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും റോ 0യിൽ ഫസ്റ്റ് റോയിൽ മാറ്റമൊന്നുമില്ല, നമ്മൾ അതേപടി മാപ്പ് ചെയ്യണം. അതായത് 4D 3C 1A OF. റോ 1ൽ ഒരാൾ ഷിഫ്റ്റ് ചെയ്യും, അതായത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വരുന്നത് 5A AB 8B 2B. റോ 2ൽ 2 ആൾക്കാർ ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ ഇപ്പോൾ
3C 4D 2 ആൾക്കാർ ഷിഫ്റ്റ് ചെയ്തിട്ട് തുടക്കത്തിൽ വരുന്നത് 9A EF ആദ്യം ഷിഫ്റ്റ് ചെയ്ത് വന്നിട്ടുള്ള 3C പിന്നെ 4D. അടുത്തതിൽ 3 ആൾക്കാർ റോ 3 അല്ലേ, അപ്പോൾ 3 ആൾക്കാർ ഷിഫ്റ്റ് ചെയ്യും. ഫസ്റ്റ് വരുന്നത് അപ്പം 3 ആൾക്കാർ പോയി കഴിഞ്ഞാൽ CD 1E OE 7 4. അപ്പോൾ ഇവിടെ ഇത്രേ ഉള്ളൂ. 0th റോയിൽ ഷിഫ്റ്റിംഗ് ഒന്നുമില്ല, 0 ആണ്. റോ 1ൽ ഒരാൾ ഷിഫ്റ്റ് ചെയ്യും. റോ 2ൽ 2 ആൾക്കാർ ഷിഫ്റ്റ് ചെയ്യും. റോ 3ൽ 3 ആൾക്കാർ ഷിഫ്റ്റ് ചെയ്യും. അതാണ് ഷിഫ്റ്റ് റോസിനകത്ത് വരുന്നത്. ഇനി നെക്സ്റ്റ് ട്രാൻസ്ഫർമേഷനാണ് മിക്സ് കോളം എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സ്റ്റേറ്റ്, അപ്പോൾ മുമ്പത്തെ ഷിഫ്റ്റ് റോയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സ്റ്റേറ്റ് മെട്രിക്സ് വെച്ചിട്ട് നമ്മൾ മിക്സ് കോളം ഓപ്പറേഷൻ നടത്തും. എന്നിട്ട് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അടുത്ത സ്റ്റേറ്റ് കിട്ടും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഈ മെട്രിക്സ് എന്ന് പറയുന്നത് മിക്സ് കോളത്തിന് വേണ്ടിയിട്ട് പ്രീഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന മെട്രിക്സ് ആണ്. പ്രീഡിഫൈൻഡ് മെട്രിക്സ് ഫോർ മിക്സ് കോളം ഓപ്പറേഷൻ. മിക്സ് കോളം ഓപ്പറേഷന് വേണ്ടിയിട്ട് ഓൾറെഡി പ്രീഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന മെട്രിക്സ് ആണിത്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ കറണ്ട് ആയിട്ടുള്ള സ്റ്റേറ്റ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം, അതായത് ഈ കോളം എടുക്കും. അതാണ് ഇവിടെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആ കോളമായിട്ട് ഇവിടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടക്കും. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം, നമ്മൾ സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്യും. 2 × 2D പ്ലസ് 3 × 5E അങ്ങനെയാണ്. പക്ഷെ ഇവിടെ പ്ലസ് അല്ല നടക്കുന്നത്, ഇവിടെ XOR ഓപ്പറേഷനാണ് നടക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാണ് ഇവിടെ നടത്തുന്നത്. അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് 4/1 മെട്രിക്സ് കിട്ടും. അത് നമ്മൾ ഇവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. അടുത്തത് അതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് കോളം എടുക്കും ഈ സ്റ്റേറ്റ് മെട്രിക്സിൻ്റെ അകത്തുനിന്ന്. എന്നിട്ട് നമ്മളിവിടെ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് ഇവിടെ കറസ്പോണ്ടിങ് മൾട്ടിപ്ലിക്കേഷൻ നടത്തും. എന്നിട്ട് കിട്ടിയ റിസൾട്ടിൻ്റെ അടുത്ത കോളത്തിൽ ഇട്ട് കൊടുക്കും. അങ്ങനെ തേർഡ് റോ എടുത്തു, ഇവിടെ ഇട്ട് കൊടുത്തു. റിസൾട്ടിൻ്റെ ഇവിടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഫോർത്ത് കോളം എടുത്തു. എന്നിട്ട് ഇവിടെ ഇട്ട് കൊടുത്തു. അങ്ങനെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പുതിയൊരു സ്റ്റേറ്റ് മെട്രിക്സ് കിട്ടും. അതാണ് മിക്സ് കോളത്തിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ഓപ്പറേഷനാണ് നമ്മൾ പറഞ്ഞത്. ലാസ്റ്റ് റൗണ്ടിൽ 3 ട്രാൻസ്ഫോർമേഷനേ ഉണ്ടാവുള്ളൂ. അപ്പം ഒരു ട്രാൻസ്ഫോർമേഷൻ ഇല്ലാത്ത ഒരു ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് വെച്ചാൽ അത് മിക്സ് കോളമാണ് ലാസ്റ്റത്തെ റൗണ്ടിൻ്റെ അകത്ത് ഇല്ലാത്ത ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് കിട്ടിയ സ്റ്റേറ്റ് മെട്രിക്സ് ഇനി അത് അടുത്ത ആഡ് റൗണ്ട് കീയിലോട്ട് പോകുന്നു. 4 ട്രാൻസ്ഫോർമേഷൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് ആഡ് റൗണ്ട് കീ എന്നുള്ളത്. ആഡ് റൗണ്ട് കീ എന്ന് പറയുമ്പോഴത്തേക്കും വേറെ ഒന്നുമില്ല, സിമ്പിൾ ബിറ്റ് വൈസ് XOR ഓഫ് ദ കറന്റ് ബ്ലോക്ക് വിത്ത് എ പോർഷൻ ഓഫ് ദ എക്സ്പാൻഡഡ് കീ. അതായത് ഇതിപ്പോൾ കറന്റ് ബ്ലോക്കാണ്. കറന്റ് ബ്ലോക്ക് ഇത് എക്സ്പാൻഡഡ് കീയുടെ ഒരു പോർഷൻ, ഒരു ഭാഗമാണ് എക്സ്പാൻഡഡ് കീയുടെ. കാരണം ഓരോ കീയുടെ ഓരോ പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗമാണ്. അതുമായിട്ട് XOR ഓപ്പറേഷൻ നടക്കും. അങ്ങനെ നമുക്ക് റിസൾട്ടൻ്റ് ആയിട്ട് ആഡ് റൗണ്ട് കീയുടെ സ്റ്റേറ്റ് മെട്രിക്സ് കിട്ടുന്നു. അപ്പോൾ ഇവിടെ എന്താ ബിറ്റ് വൈസ് XOR ആണ്, ഈ ഓപ്പറേഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പം നമ്മുടെ 4 ട്രാൻസ്ഫോർമേഷൻ നമ്മളിവിടെ ഓരോ സ്റ്റെപ്പായിട്ട് കണ്ടു. സബ് ബൈറ്റ് നമ്മൾ പറഞ്ഞു, അത് സബ്സ്റ്റിറ്റ്യൂഷൻ ബൈറ്റ് ആണ്. പിന്നെ ഷിഫ്റ്റ് റോ പറഞ്ഞു, ജസ്റ്റ് റോ ഷിഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ മിക്സ് കോളം കണ്ടു, ഒരു പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കോളം മിക്സ് കോളം മെട്രിക്സ് വെച്ചിട്ട് മിക്സ് കോളം ഓപ്പറേഷൻ നടത്തുന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ആഡ് റൗണ്ട് കീ ജസ്റ്റ് ഒരു XOR ഓപ്പറേഷൻ, ബിറ്റ് വൈസ് XOR ഓപ്പറേഷൻ നടത്തുന്നു. ഇതാണ് അപ്പം നമ്മുടെ 4 ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് റൗണ്ടിൻ്റെ അകത്ത്, ഫൈനൽ റൗണ്ടിൻ്റെ അകത്ത് നമ്മുടെ ഈ മിക്സ് കോളം ഓപ്പറേഷൻ മാത്രം കാണില്ല, ബാക്കി എല്ലാവരും കാണും. എവിടെ? ഫൈനൽ റൗണ്ടിന് ഈ ഓപ്പറേഷൻ കാണില്ല, ബാക്കി 3 എണ്ണവും കാണും. അപ്പോൾ നമ്മൾ AES-നകത്ത് കണ്ട അതേ പ്രോസസ്സൊക്കെ തന്നെയാണ്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൈഫർ ടെക്സ്റ്റ് ആണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. പിന്നെ ഇവിടെ പറയാനായിട്ടുള്ളത് ബാക്കി 4 ട്രാൻസ്ഫോർമേഷൻ ലാസ്റ്റ് റൗണ്ട് ഒഴിച്ച് ബാക്കി എല്ലാ റൗണ്ടിലും 4 ട്രാൻസ്ഫോർമേഷൻ അതൊക്കെ സെയിം തന്നെയാണ്. ലാസ്റ്റ് റൗണ്ടിൽ 3 ട്രാൻസ്ഫോർമേഷൻ ആണ്. പിന്നെ ഇവിടെ
വരുന്ന വേറെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇൻവേഴ്സ് ഷിഫ്റ്റ് റോസ്, ഇൻവേഴ്സ് സബ്ബൈറ്റ്സ്, ഇൻവേഴ്സ് മിക്സ് കോളംസ് ഒക്കെയാണ് നടക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ പ്രസന്റേഷൻ. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് മൈ സെഷൻ. താങ്ക് യു.